M4Micന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണണമെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫോം ദി ഫൈനൽ ഷേപ്പ് ഓഫ് റിവറ്റ് ഡ്യൂറിങ് റിവറ്റിംഗ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ റിവറ്റിംഗ് ചെയ്ത ശേഷം ഫൈനലായിട്ട് ആ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേരേത്? അതിനേതാണ്? സ്നാപ്പ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ഗിയർ വിത്ത് ചേഞ്ചിങ് ദി റോട്ടറി മോഷൻ ഇൻ ടു ലീനിയർ മോഷൻ ആൻഡ് വൈസ് വേഴ്സ്. അതിൻ്റെ ഉത്തരം റാക്ക് ആൻഡ് പിനിയൻ ആണ്. അതായത് നമ്മുടെ റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി മാറ്റുന്നത് ഏതാണ്? റാക്ക് ആൻഡ് പിനിയൻ. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂക്സ് ഓഫ് ക്രെയിൻ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. അതായത് ക്രെയിനിൻ്റെ ഹൂക്ക് ഉണ്ടല്ലോ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. ഏതാണ്? റോട്ട് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പ്രൊഡക്റ്റ് ഓഫ് പുഡ്ലിംഗ് ഫർണസ് ഈസ് ഡാഷ്. അതായത് പുഡ്ലിംഗ് ഫർണസിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് വെച്ചാൽ റോട്ട് അയൺ ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സോൾഡറിങ് അയൺ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. സോൾഡറിങ് അയൺ ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന? കോപ്പർ കൊണ്ടാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഡിസ്റ്റൻസ് ഓഫ് എ ഡ്രിൽ അഡ്വാൻസ് ഇൻ ടു ജോബ് ഇൻ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ നമ്മുടെ ഡ്രില്ല് ജോബിനകത്തേക്ക് പോകുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്ത് എന്നാണ്. അത് നമ്മൾ എന്താ പറയുക? ഫീഡ് എന്നാണ് പറയുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് പ്ലഗ് ഗേജ് ഹാസ് ഗോ ആൻഡ് നോ ഗോ ഇൻ ഓൺ സെയിം സൈഡ്. അതായത് പ്ലഗ് ഗേജിനകത്ത് ഗോയും നോ ഗോയും ഒരേ സൈഡിൽ വരുന്ന പ്ലഗ് ഗേജിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്നാണ് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പ്രോസസ് ഓഫ് ജോയിനിങ് സ്ലിപ്പ് ഗേജ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് സ്ലിപ്പ് ഗേജിൻ്റെ രണ്ട് സ്ലിപ്പ് ഗേജ് നമ്മൾ ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്ത് എന്നാണ്. അതായത് അതിൻ്റെ ഉത്തരം റിങ്ങിങ് എന്നാണ് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ടെമ്പറേച്ചർ റൈസ് വാട്ട് വിൽ ഹാപ്പൻ ടു വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മൾ ടെമ്പറേച്ചർ റൈസ് ആകുകയാണ് എങ്കിൽ ഓയിലിൻ്റെ വിസ്കോസിറ്റിയിൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. വിസ്കോസിറ്റി എന്താ വെച്ചാൽ ഡിക്രീസ് ആവും. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റീമർ ഷുഡ് ആൾവേസ് ടു ബി റൊട്ടേറ്റഡ് ഇൻ ഡാഷ് ഡയറക്ഷൻ. അതായത് റീമർ കോമൺ ആയിട്ട് ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ ചെയ്യുക കോമൺ ആയിട്ട്. സോ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് മെറ്റൽ ഈസ് മോർ ഡക്റ്റൈൽ. അതായത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് മെറ്റീരിയലാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള ടെൻഡൻസി. അതെന്ന് വെച്ചാൽ മൈൽഡ് സ്റ്റീലാണ്. സോ എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റഫ് ഹോൾ ഇൻ ഡ്രില്ലിംഗ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതിൻ്റെ ഉത്തരം ഫീഡ് റേറ്റ് ഈസ് വെരി ഹൈ. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഓർ ഓഫ് ലെഡ് ഈസ് ഡാഷ്. ലെഡിൻ്റെ ഓർ ഏതാണ്? ഗലീനിയാണ്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ അബ്രസീവ് ഈസ് ഡാഷ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ നാച്ചുറൽ അബ്രസീവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് എമരിയാണ് നാച്ചുറൽ അബ്രസീവ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു മീറ്റിംഗ് പാർട്സ് ഓഫ് ഹോൾ ആൻഡ് ഷാഫ്റ്റ് ഈസ് ഡാഷ്. അതായത് ഹോളിൻ്റെയും ഷാഫ്റ്റിനെയും മീറ്റ് ചെയ്യുന്ന പാർട്സിൻ്റെ റിലേഷൻഷിപ്പിന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? ഫിറ്റ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഹാസ് ലെസ് കാർബൺ കണ്ടൻറ്റ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ കാർബൺ കണ്ടൻറ്റ് ഏറ്റവും കുറവുള്ള മെറ്റീരിയൽസിൻ്റെ പേരേത് എന്നാണ്. ഏതാണെന്ന് വെച്ചാൽ റോട്ട് അയൺ ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ BIS സിസ്റ്റം ദർ ആർ ഡാഷ് ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ. എത്ര ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 25 BIS അനുസരിച്ച് ഉണ്ടാവുക. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കീ ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഷാഫ്റ്റ്. ഓട്ടോമൊബൈൽ ഷാഫ്റ്റിൽ ഏത് ടൈപ്പ് കീ ഉപയോഗിക്കുന്നത്? വുഡ് റഫ് കീ ആണ് യൂസ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെൻട്രൽ ഡ്രിൽ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. സെൻട്രൽ ഡ്രിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കൗണ്ടർ സിങ്കിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ബെൻഡിങ് ഓഫ് ഷീറ്റ് ഫ്രം എൻഡ് ഈസ് കാൾഡ് ഡാഷ്. അതായത് ഷീറ്റിൻ്റെ ഒരു സൈഡ്, അതായത് എൻഡ് പോർഷൻ ബെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഹെം എന്നാണ് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഷിയർ ഈസ് ദി ടൂൾ യൂസ്ഡ് ഫോർ ഡാഷ് ഓപ്പറേഷൻ. ഷിയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ടിങ്ങിന് വേണ്ടിയാണ് ഷിയറിങ് ചെയ്യുന്നത്. സോ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി
ഹെഡ് ഓഫ് ദി ഹാമർ പാരലൽ ടു ഇറ്റ്സ് ഹാൻഡിൽ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഹാമറിൻ്റെ ഹെഡ് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ നമ്മുടെ ഹാൻഡിലിൻ്റെ അതേ ഡയറക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അതിന് എന്ത് ടൈപ്പ് ഹാമർ എന്നാണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് സ്ട്രെയിറ്റ് പിൻ ഹാമർ എന്നാണ് അതിന് പറയുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രേക്ക് ഈസ് എ ഡാഷ് ടൂൾ. സ്ട്രേക്ക് എന്ന് പറയുന്നത് എന്താണ്? സപ്പോർട്ടിംഗ് ടൂളാണ്. സി ആണ് ശരിയായ ഉത്തരം. ഡാഷ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ടോ, സ്റ്റീലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ പറയുന്ന പേരെന്ത്? അതിന് പറയുന്നത് നോർമലൈസിങ് എന്നാണ് പറയുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്രൈൻഡിങ് വീൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ അബ്രസീവ് ആൻഡ് ബോണ്ട് ഈസ് നോൺ ആസ് ഡാഷ്. അതിന് പറയുന്നത് സ്ട്രക്ചർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിലിക്കേറ്റ് ബോണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡാഷ് ലെറ്റർ. സിലിക്കേറ്റ് ബോണ്ട് ഏത് ലെറ്ററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ എസ് എന്ന ലെറ്ററാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പൈപ്പ് ഈസ് സ്പെസിഫൈഡ് ബൈ ഡാഷ്. പൈപ്പ് എങ്ങനെയാണ് സ്പെസിഫൈഡ് ചെയ്യുന്നത്? ബോത്ത് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഡയമീറ്റർ രണ്ടും അനുസരിച്ചാണ് സ്പെസിഫൈഡ് ചെയ്യുക. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാൻഡം ലൈൻ ഈസ് കാൾഡ് ഡാഷ്. ടാൻഡം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ലൈനിന് ടാൻഡം ലൈനായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുക. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ റേഡിയസ് കട്ടിംഗ് ഡാഷ് സോ ഈസ് യൂസ്ഡ്. അതിനുത്തരം കൗണ്ടർ ആണ്. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ റെയിൽവേ കാരേജ് കപ്ലിംഗ് ഡാഷ് ഈസ് യൂസ്ഡ്. റെയിൽവേ കാരേജ് കപ്ലിംഗ് ഏതാണ് യൂസ് ചെയ്യുന്നത്? നക്കിൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബോട്ടം സർഫസ് ജോയിനിങ് ദി ടു സൈഡ് ഓഫ് ത്രെഡ് ഈസ് കാൾഡ് ഡാഷ്. അതിൻ്റെ ഉത്തരം റൂട്ട് എന്നാണ് പറയുന്നത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഫയൽസ് ആർ ആൾസോ നോൺ ആസ് ഫിഷ് ബാഗ് ഫയൽ. അതിന് ക്രൂസിംഗ് ഫയൽ എന്നാണ് പറയുന്നത്. എ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ബ്രൈറ്റ് ഫിനിഷിംഗ് ഓഫ് സിലിണ്ടറിക്കൽ സർഫസ്. സിലിണ്ടറിക്കൽ സർഫസ് നല്ല ഫിനിഷ് ചെയ്ത് മെത്തേഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഹോണിങ് മെത്തേഡിലാണ് നല്ല ഫിനിഷ് കിട്ടുക. സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ ടു വീലർ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ടു വീലേഴ്സിൽ ഉപയോഗിക്കുന്ന ക്ലച്ച് ഏതാണ്? സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നക്കിൾ ത്രെഡ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഡാഷ്. നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ മോഡിഫൈഡ്? സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫൈഡ് ഫോമാണ്. സി ആണ് ശരിയായ ഉത്തരം. ഡാഷ് ഈസ് യൂസ്ഡ് ടു പവർ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് വേരിയസ് ആംഗിൾ. വേരിയസ് ആംഗിൾ പവർ ട്രാൻസ്മിഷൻ ചെയ്യുന്നതാണ് ബിവൽ ഗിയർ ആണ്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വെർനിയർ കാലിപ്പർ ദി വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസ് ഡാഷ്. മെയിൻ സ്കെയിലിൻ്റെ 1 ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയിൻ സ്ലിങ്സ് ആർ യൂസ്ഡ് ഫോർ ഡാഷ്. ചെയിൻ സ്ലിങ്സ് എന്താണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി ലോഡുകൾക്കാണ് യൂസ് ചെയ്യുന്നത്. ബി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് GI പൈപ്പ് ഈസ് ഡാഷ്. GI പൈപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് എന്താണ്? 6 മീറ്റർ ആണ്. എ ആണ് ശരിയായ ഉത്തരം.